Good morning. Question number 10. What does the writer say about the side effects to medication? അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യം, എല്ലാ മെഡിക്കേഷൻസും അല്പസ്വല്പം എന്തുണ്ട്, സൈഡ് ഇഫക്ട്സ് ഉണ്ട്. ഇവിടെ വാട്ട് ഡസ് ദ റൈറ്റർ സേ അബൌട്ട് സൈഡ് ഇഫക്ട്സ് ടു മെഡിക്കേഷൻ, അതായത് ഈ എക്സ്ട്രാക്റ്റിനകത്ത് നമ്മുടെ എഴുത്തുകാരൻ സൈഡ് ഇഫക്ട്സ്, മെഡിക്കേഷന്റെ സൈഡ് ഇഫക്ട്സിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് ചെക്ക് ദ extract. Not uncommonly, patient will say, I googled it the other day and there was a long list of side effects. സാധാരണഗതിയിൽ ഇന്ന് നഴ്സുമാരും ഡോക്ടർമാരും ഫേസ് ചെയ്യുന്ന വലിയ പ്രോബ്ലമാണ് ഈ ഗൂഗിൾ, അല്ലെ? അപ്പം നോട്ട് അൺകോമൺലി പേഷ്യൻസ് വിൽ സേ, പേഷ്യൻസ് സാധാരണഗതിയിൽ പറയുന്ന, കോമൺ ആയിട്ടല്ലാതെ സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്ത് ചെയ്തു, എസ്റ്റേ അല്ലെങ്കിൽ ഞാനൊരു മരുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഒരു വലിയ സൈഡ് ഇഫക്റ്റ് ലിസ്റ്റ് അവിടെ കണ്ടു എന്ന് പറയുന്നു. But a simple conversation with the patient at this juncture can easily change their perspective. Perspective എന്ന് പറഞ്ഞ കാഴ്ചപ്പാട്. But a simple conversation with the patient at this juncture. Juncture means it's time, right? ഈ സമയത്ത് നമ്മൾ നടത്തുന്ന ഒരു ചെറിയ സംഭാഷണം അവരുടെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. As with many things in medicines, it's all about risk versus benefits. അപ്പോൾ നമ്മളൊരു മെഡിസിൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെഡിസിൻ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ്. ഇതിനകത്ത് എത്രമാത്രം റിസ്ക് ഉണ്ട്, എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ട്. റിസ്ക് കൂടുതലാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം ദാറ്റ് മെഡിക്കേഷൻ. ആൻഡ് റിസ്ക് അല്ല കൂടുതൽ, ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ. അല്പസ്വല്പം റിസ്കുകൾ മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഹാവ് ദാറ്റ് മെഡിക്കേഷൻ, റൈറ്റ്? That's what we as physicians are trained to analyze. So ഞങ്ങളൊരു ഫിസിഷ്യൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഡോക്ടർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ രീതിയിലാണ്. We are able to convince the patients about the risk versus benefit factors. Then, patients can rest assured that we will monitor them closely for side effects and address at any that are unpleasant, either by treating them or by trying a different medicine. അപ്പോൾ നമ്മൾ റിസ്ക്കും ബെനഫിറ്റും തമ്മിലുള്ള ആ ഒരു അനുപാതം സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. വി ഹാവ് ടു കൺവൈൻസ് ദം, വി ഹാവ് ടു അഷ്വർ ദം. എന്താണ്? വി വിൽ മോണിറ്റർ ദം ക്ലോസ്ലി ഫോർ സൈഡ് ഇഫക്ട്സ്. സൈഡ് ഇഫക്ട്സ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ക്ലോസ് ആയിട്ട് അവരെ മോണിറ്റർ ചെയ്യും. എന്നിട്ട് അഡ്രസ് ദാറ്റ് എനി that are unpleasant. അതിനകത്ത് എന്തെങ്കിലും അൺപ്ലസന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെഡിസിൻ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യും. ഓർ ബൈ ട്രൈങ് എ ഡിഫറെന്റ് മെഡിക്കേഷൻ, നമ്മളൊന്ന് മെഡിക്കേഷൻ മാറി കൊടുക്കും. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. വാട്ട് ഡസ് ദ റൈറ്റർ സേ അബൌട്ട് സൈഡ് ഇഫക്ട്സ് ടു മെഡിക്കേഷൻ? ഈ മെഡിക്കേഷൻ സൈഡ് ഇഫക്ട്സിനെ പറ്റി നമ്മുടെ റൈറ്റർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ പറയുന്നത്, ഡോക്ടേഴ്സ് നീഡ് ടു ഹാവ് ബെറ്റർ പ്ലാൻസ് ഇൻ പ്ലേസ് ഇഫ് ദേ ഡെവലപ്പ്. അതായത് ഡോക്ടർമാർക്ക് എന്ത് വേണം? വളരെ ബെറ്റർ ആയിട്ടൊരു പ്ലാൻ വേണം ഇഫ് ദേ ഡെവലപ്പ്. അതായത് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ പറ്റി പേഷ്യൻസിന്, ആ സൈഡ് ഇഫക്ട്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിനെ പറ്റി ആർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം? ഡോക്ടർക്ക് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ, ആൻഡ് പേഷ്യൻസ് ക്യാൻ റെസ്റ്റ് അഷ്വർഡ് ദാറ്റ് വി വിൽ മോണിറ്റർ ദം ക്ലോസ്ലി ഫോർ സൈഡ് ഇഫക്ട്സ് ആൻഡ് അഡ്രസ് അറ്റ് എനി ആർ അൺപ്ലസന്റ് ഐദർ ബൈ ട്രീറ്റിംഗ് ദം. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. അല്ലാതെ അതൊരു പ്ലാനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വി വിൽ പ്ലാൻ സംതിങ് ഫോർ ദ സൈഡ് ഇഫക്ട്സ് ഒന്നും അവിടെ പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ എ. സാധാരണ ഇതിലൊരു ക്ലോസ് ആൻസർ പോലെയാണ്. വി വിൽ ട്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഹാവ് എ ബെറ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ബെറ്റർ പ്ലാനിങ് ട്രീറ്റ്മെന്റ് സംതിങ് ഡിഫറെന്റ് ആണ്, അല്ലെ? അപ്പം അത് വി ആർ നോട്ട് പ്ലാനിങ് സംതിങ്. നമ്മൾ ആ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് കാണുന്നു, വി വിൽ ട്രൈ വാട്ട് വി ക്യാൻ ഡു ഫോർ ദാറ്റ്. നമ്മൾ അത് വെച്ച് ട്രീറ്റ് ചെയ്യും, അല്ലെ? അപ്പം നമ്മൾ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓപ്ഷൻ ബി പറയുന്നത്, ദർ ഇസ് ടു മച്ച് മിസ്ലീഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ദം ഓൺലൈൻ. അതായത് സൈഡ് ഇഫക്ട്സിനെ പറ്റി ഒരുപാട് മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം അതൊരു മിസ്ലീഡിങ് അല്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഐ ഗൂഗിൾഡ് ഇറ്റ് ദ അതർ ഡേ ആൻഡ് ദേർ വാസ് എ ലോങ് ലിസ്റ്റ് ഓഫ് സൈഡ് ഇഫക്ട്സിന്റെ ലോങ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതുള്ള കാര്യമാണ്, അല്ലെ? മിസ്ലീഡിങ് ഒന്നും അല്ല. സോ വി ആർ എലിമിനേറ്റിംഗ് ഓപ്ഷൻ ബി. ഇനിയുള്ളത് 50% ആണ്. ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ ഡി. ഫിയർ ഓഫ് ദം ക്യാൻ വേസ്റ്റ് എ ലോട്ട് ഓഫ് അൺനെസസറി കൺസൾട്ടേഷൻ ടൈം. അതായത് ഈ ഒരു സൈഡ് ഇഫക്ട്സിനെ പറ്റിയുള്ള ഫിയർ, ഭയം കാരണം വേസ്റ്റ് എ ലോട്ട് ഓഫ് അൺനെസസറി കൺസൾട്ടേഷൻ ടൈം. കൺസൾട്ടേഷൻ ടൈമിൽ നിന്ന് ഒരുപാട് സമയം ആവശ്യമില്ലാതെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കാര്യം റൈറ്റർ പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്. കൺസൾട്ടേഷനെ പറ്റിയേ പറയുന്നില്ല,
So there is no need to think about the time waste that happening during the consultation time. So നമ്മൾ ഓപ്ഷൻ സി എയും ബിയും സിയും തെറ്റാണെങ്കിൽ ഒബ്വിയസ്ലി അവർ ആൻസർ എന്തായിരിക്കും ഡി ആയിരിക്കും. പക്ഷെ നമുക്ക് നോക്കാം. Patients need to be informed about the likelihood of them occurring. അതായത് പേഷ്യൻസ് നീഡ് ടു ബി ഇൻഫോംഡ്. നമ്മൾ പേഷ്യൻസിനെ എന്ത് ചെയ്യണം? ഇൻഫോം ചെയ്യണം അബൌട്ട് ദ ലൈക്ലിഹുഡ് ഓഫ് ദം occurring. അത് ഉണ്ടാകാനുള്ള സാധ്യതയെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം? അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണല്ലോ ഇവിടെ പറയുന്നുണ്ട്. റിസ്കിനെ പറ്റി എന്ത് പറയണം? പറഞ്ഞു കൊടുക്കണം. വി ഹാവ് ടു അനലൈസ് ദ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ്. രണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞു ഉണ്ടാകാനുള്ള സാധ്യതയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് അൺപ്ലസന്റ് വി വിൽ ട്രീറ്റ് ദം, വി വിൽ ട്രൈ അതർ മെഡിക്കേഷൻ. അപ്പം ഈ കാര്യം ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സോ അവർ ആൻസർ ഈസ് ഡി. Hope it's clear for you. Fine. Thank you.